ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറി ഉണ്ടാക്കാം. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഈ മീൻകറിക്ക് ആവശ്യമായ പുളി 2-3 പുളിയുടെ കഷ്ണം എടുത്ത് അതിൽ അല്പം ഉപ്പിട്ട് അടുപ്പിൽ വെച്ച് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ പുളിയുടെ സത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങും. ഈ സമയം മീൻകറിക്ക് ആവശ്യമായ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി എല്ലാം പൊളിച്ച് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മുടെ മീൻകറിയുടെ രുചി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മീൻകറിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാത്തത്. വയറിലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വളരെ ഗുണം ചെയ്യുന്നു. കൂടെ കുടംപുളിയും ഏറ്റവും എഫിഷ്യൻ്റായ ഒരു കാര്യമാണ്. നന്നായി ചെറുതാക്കി നമ്മൾ ഇഞ്ചി മുറിച്ചെടുക്കണേ. ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാലും കുഴപ്പമില്ല. നമ്മളിതുണ്ടാക്കുന്നത് ഈ കല്യാണത്തിനൊക്കെ മീൻകറി വയ്ക്കില്ലേ, ആ ഒരു രീതിയിലാണ്. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കും. നമുക്ക് എത്ര ദിവസം 3-4 ദിവസമൊക്കെയും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നമുക്ക് മീൻകറി രാവിലെ തിളപ്പിച്ച് വെച്ചാൽ മതി. മീൻകറി ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും. നമുക്ക് ഈ മീൻകറിയിലേക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഒരു പാത്രത്തിലെടുത്ത് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചില്ലേ പുളിയുടെ വെള്ളം, അതും കൂടെ ചേർത്തൊന്ന് ചാലിച്ച് വയ്ക്കാം. ഇങ്ങനെ ഈ അരപ്പ് ചാലിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു വെള്ളവും നിന്ന് കുഴഞ്ഞിരിക്കുമ്പോൾ നമ്മളിത് എണ്ണയിലേക്കിട്ടാണല്ലോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അധികം കുത്തലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് വയ്ക്കുന്നത്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കടുകും ഉലുവായും ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവായും നമുക്ക് ആവശ്യമാണ് മീൻകറി വയ്ക്കാൻ. അതുപോലെ ഞാൻ മീൻകറി വയ്ക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും അവസാനം അല്പം കായപ്പൊടിയും കൂടെ ചേർക്കും. മീൻകറിക്ക് ഒരു പ്രത്യേക രുചി നൽകുന്ന ഒന്നാണ് കായപ്പൊടി. മീൻ വറക്കുമ്പോഴും അല്പം കായപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉലുവയും കടുകും നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാൻ. പച്ചമുളക് 2ആയി കീറി വേണം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ ഈ പച്ചമുളക് എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കറിവേപ്പില ഒത്തിരി നല്ല ഒരു ഗുണങ്ങളുള്ള ചെടിയാണ്. എല്ലാ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും കറിവേപ്പില ചേർക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകരുത്. വളരെ ക്ഷമയോടെ നമ്മളിത് ചെയ്താൽ നമുക്കിത് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ നേരമായിട്ട് വഴറ്റുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഇനി അരപ്പും കൂടെ ചേർത്ത് നമ്മുടെ പൂർണ്ണമായിട്ടും അരപ്പ് അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഒലത്തിയെടുക്കാം. ഈ അരപ്പ് കറക്റ്റായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഉരുണ്ടുകൂടി വരും. അപ്പോഴാണ് ശരിക്കും ആ പച്ചമണം എല്ലാം ഒന്ന് മാറിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ ഉള്ളതിൽ നിന്ന് കളറിനൊരു മാറ്റവും വരും. നന്നായിട്ട് ഇളക്കി വഴറ്റി എടുത്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ വഴറ്റി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ആ പുളിയുടെയും ഉപ്പിൻ്റെയും കൂടെ വെള്ളം, അതാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നീട് ആ പുളി അതിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മീൻകറിയിൽ ഇങ്ങനെ പുളി കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആ പുളി ആ കൂടെ അങ്ങ് ഇടുമെന്ന് മാത്രം. ആ പുളിയിലുള്ള മുഴുവൻ എസൻസും ഈ വെള്ളത്തിലുണ്ടാവും. ഈ പുളിവെള്ളമാണ് നമ്മൾ മീൻകറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മീൻകറിയിലേക്ക് ആവശ്യമായ വെള്ളം
വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും പച്ചവെള്ളം മീൻ കറിയിൽ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് മീൻ റെഡിയാക്കി വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് 3-4 കറിവേപ്പിലയുടെ തണ്ടിട്ട് കൊടുക്കാം. അതിന് മുകളിൽ മീൻ അടുക്കി വെച്ച് കൊടുക്കുക. നിരത്തി വയ്ക്കുക. അതായത് കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടി വെച്ചാൽ മീൻ എളുപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് പീസായിട്ടാണല്ലോ നമ്മൾ മീനെടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ പീസായിട്ട് എടുക്കാനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ മീനിങ്ങനെ നിരത്തിയാണ് നമ്മൾ എല്ലാ ഭാഗത്തുമൊക്കെ കിടക്കത്തൊക്കെ നിരത്തിയിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മളിങ്ങനെ അടുക്കി പറ്റിച്ചാണ് കല്യാണത്തിനൊക്കെ സദ്യയ്ക്ക് മീൻകറി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അടുക്കി വെച്ച ആ മീനിലേക്ക് നമുക്ക് ഈ അരപ്പിൻ്റെ വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ മീനിൽ അല്പം പോലും ഉളുമ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറേ ദിവസത്തേക്ക് വെച്ചേക്കാനുള്ള മീൻകറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറയുന്നത്. ഈ അരപ്പിൻ്റെ വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രം ഒഴിക്കാൻ പ്രത്യേകം ഓർക്കുക. അതുപോലെ മീൻകറിയിലേക്ക് പച്ചവെള്ളം ചേർക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്താൽ കുറേ ദിവസങ്ങളിലേക്ക് നമുക്ക് ഈ മീൻകറി ഉപയോഗിക്കാം. ഒട്ടും കേടാവുകയില്ല. എല്ലാ ദിവസവും രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതിയാകും. ഈ അരപ്പ് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ചട്ടി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ ചുറ്റിക്കുമ്പോൾ ആ മീൻകറിയുടെ അരപ്പ് എല്ലാ ഭാഗത്തും എത്തും. ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് അങ്ങ് അടച്ചു വയ്ക്കാം. മീൻകറി അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം പുളിയും ഉപ്പും കൂടിയാണ് തിളപ്പിച്ചത്. ഈ സമയം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും മീൻകറി വറ്റി വരാനായിട്ട് സമയം കൊടുക്കുക. മീൻകറി പാകമാകി എന്നറിയുന്നത് അതിൻ്റെ ചാറ് വറ്റി കൊഴുത്ത് വരുമ്പോഴാണ്. മീൻകറി റെഡിയായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞാനിത് കഴിക്കുന്നത് നമ്മൾ പാൽക്കപ്പയുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.